ഈ ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളിവിടെ ആയിരിക്കുക, കടന്നു പോകുന്ന ഈ വർഷം ദൈവത്തിന് നന്ദി പറയാനും വരാൻ പോകുന്ന പുതുവർഷം 2017 ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ലഭ്യമാക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾ ഓരോരുത്തരിലും നിങ്ങളുടെ ഭവനങ്ങളിലും കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു നിമിഷം നമ്മളെ തന്നെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധമായ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, വിദൂര ഭവനങ്ങളിലായിരിക്കുന്ന അങ്ങയുടെ ഓരോ പ്രിയപ്പെട്ട മകനോടും മകളോടും കുഞ്ഞുങ്ങളോടും ചേർന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഓരോ വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും ക്രിസ്തുവിൻ്റെ സമാധാനവും ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യവും കടന്നു ചെല്ലട്ടെ. 2000 അധികം വർഷങ്ങൾക്ക് മുൻപ് സമാധാനമായി സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായി ഇറങ്ങി വന്ന യേശുക്രിസ്തുവിൻ്റെ ആ വലിയ സ്നേഹം ഓരോ ഹൃദയങ്ങളിലും നിറയട്ടെ. കർത്താവ്, ഈ ക്രിസ്മസിൻ്റെ ഈ കാലയളവിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അവിടുന്ന് വീണ്ടും കടന്നു വന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് ജനിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ അവിടുത്തെ ശാന്തിയും സമാധാനവും നിറയ്ക്കണമേ. ഓരോ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ അവിടുത്തെ വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അവിടുത്തെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മേലുള്ള എല്ലാ കെട്ടുകളും അഴിയപ്പെടുവാൻ, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്കെല്ലാം വിടുതലുണ്ടാകുവാൻ ഒരേ ഒരു ഉത്തരം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മായ പ്രഭാതത്തിൽ നിങ്ങൾ വ്യക്തികളിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ എല്ലാം കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം എടുത്താൽ നിങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നന്ദി ഈശോയെ, അങ്ങേക്ക് നന്ദി, ഈശോയെ നന്ദി, പിതാവേ അങ്ങേക്ക് നന്ദി, ആരാധന, മഹത്വം, ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. പ്രത്യേകമായിട്ട് ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ ദിവസങ്ങളിൽ കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുതത്തെക്കുറിച്ചാണ്. നാം ജീവിക്കുന്ന ലോകം ദൈവമില്ല എന്നുള്ള വലിയ പഠനങ്ങൾ ഇന്ന് ലോകം മുഴുവൻ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആകാശവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ച ദൈവമല്ല, ഇതെല്ലാം സംഭവിച്ചത് ശാസ്ത്രം വ്യാഖ്യാനിക്കുന്നത് പോലെ ദ ഗ്രേറ്റ് ബാങ് തിയറി, മഹാവിസ്ഫോടനം കൊണ്ടാണ് സംഭവിച്ചതാണ് ഭൂമിയും സൂര്യനെല്ലാം എന്ന് പഠിപ്പിക്കുമ്പോൾ അവിടെ ദൈവത്തിന് പ്രസക്തിയില്ലാത്തൊരു അവസ്ഥയാണ് ഇന്ന് ലോകത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എന്നാൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നും ആ ദൈവം തൻ്റെ വചനം കൊണ്ടാണ് ആകാശത്തെയും ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചതെന്നും ബൈബിൾ പഠിപ്പിക്കുമ്പോൾ സത്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ് ഇപ്പോൾ ഞങ്ങളോട് പങ്കുവയ്ക്കുക. കേരളത്തിലെ ഇടുക്കി ജില്ലയിലുള്ള മൂന്നാറിനടുത്ത് സൂര്യനിൽ എന്ന സ്ഥലം, അവിടെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഒരു മനോഹരമായ ഗ്രോട്ടോയുണ്ട്. ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപാട് 12:1 വായിക്കുന്ന സ്വർഗത്തിൽ ഒരടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയടയാക്കിയ ഒരു സ്ത്രീയെക്കുറിച്ചുകൂടെ പറഞ്ഞിട്ടുണ്ട്. സൂര്യനെ വസ്ത്രമാക്കി ധരിച്ചവൾ. മറ്റൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു സ്ത്രീ എന്ന വാക്കിൻ്റെ അർത്ഥം. ആ സ്ത്രീയുടെ കന്യാമറിയത്തിൻ്റെ ഒരു തിരുസ്വരൂപം ഉള്ള സ്ഥലമാണ് മേരിലാൻഡ് എന്ന സൂര്യനെല്ലി, അവിടുത്തെ ഗ്രോട്ടോ. ഈ കഴിഞ്ഞ 8, 9, 10 ഡിസംബർ 8, 9, 10 തീയതികളിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ ഞങ്ങൾ ആഘോഷിച്ചു. കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഞങ്ങൾ നടത്തുന്നൊരു ആഘോഷമാണ്. അവിടെ 3 ദിവസത്തെ ആഘോഷമുണ്ട്. കേരളത്തിൽ പുറത്തുനിന്നെല്ലാം ആൾക്കാർ കടന്നു പോകുന്ന അതിൽ പങ്കെടുക്കാറുണ്ട്. എന്നാൽ 9-ാം തീയതി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഗ്രോട്ടോയിൽ നിന്നും ഞങ്ങളൊരു ജപമാല പ്രദർശനം തൊട്ടടുത്തുള്ള കർത്താവിൻ്റെ മലയെന്നറിയപ്പെടുന്ന വിശുദ്ധ മലയിലേക്ക് നടത്തപ്പെടുകയുണ്ടായി. ഏതാണ്ട് 8 കിലോമീറ്ററോളം ദൂരം വരുന്ന ഒരു നീണ്ട യാത്ര, മല കയറി കുന്നു കയറി നല്ലതല്ലാത്ത റോഡിലൂടെ, കല്ലും ചരലും എന്ന് പറഞ്ഞ റോഡിലൂടെ നടന്നൊരു യാത്രയായിരുന്നു അത്. ഈ യാത്രയിൽ ഞങ്ങൾ മലമുകളിൽ ചെല്ലുമ്പോൾ അവിടെ സ്ഥാപിക്കപ്പെട്ട ഒരു കുരിശുണ്ട്. അത് വിശുദ്ധ കുരിശെന്നറിയപ്പെടുന്നു. ആ കുരിശിൻ്റെ ചുവട്ടിൽ കടന്ന് ഞങ്ങൾ റാലി കടന്നു വന്നു. ഞങ്ങളവിടെ പ്രാർത്ഥനകൾ ആരംഭിച്ചു. പ്രാർത്ഥനകളാണ് സമയത്ത് സംഭവിച്ചൊരു വലിയൊരു കാര്യമാണ്. വളരെ പെട്ടെന്ന് ആ പ്രദേശം മുഴുവൻ മഞ്ഞ് നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പുറം ഒന്നും കാണാൻ വയ്യാത്ത വണ്ണം ആ ദേശം, ആകാശവും ഭൂമിയും മുഴുവനും മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരുന്നു. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട സമയത്ത് വളരെ പെട്ടെന്നാണ് ആകാശത്തിൽ സൂര്യൻ പ്രത്യക്ഷനായത്. സൂര്യനെ കണ്ടപ്പോൾ
ആളുകളെല്ലാം വളരെ അത്ഭുതപരബന്ധരായിപ്പോയി. കാരണം ഞങ്ങൾ കണ്ട സൂര്യനെ അല്ല, സൂര്യൻ പുറപ്പെട്ട അതിഭയങ്കരമായ പ്രകാശം. നമുക്കറിയാം സൂര്യനെ നോക്കാൻ ആർക്കും ഒരിക്കലും പറ്റില്ല. ആ സമയത്ത് സൂര്യനിലേക്ക് നോക്കി കണ്ണ് മഞ്ചിപ്പോൾ കണ്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. പക്ഷേ ഞങ്ങൾ സൂര്യനെ ഞങ്ങൾ വ്യക്തമായിട്ട് കണ്ടു. സൂര്യനിൽ ഞങ്ങൾ കണ്ടത് സൂര്യനെ അല്ല, അവിടെ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ വലിയ മഹത്വമാണ്. അവിടെ കടന്നു വന്ന 500-ലധികം വരുന്ന ഒരു ജനസമൂഹം അത് സാക്ഷ്യം വഹിച്ചു. എല്ലാവർക്കും കാണാൻ സാധിച്ചു. 4 മണി മുതൽ അവിടെ ആരംഭിച്ച പ്രാർത്ഥന 6 മണി വരെയും പല സമയത്തായിട്ട് സൂര്യൻ്റെ ഈ വെളിപ്പെടുത്തലുണ്ടായി. സൂര്യനിലൂടെ കർത്താവ് സംസാരിച്ചതാണ്. സൂര്യനും ഭൂമിയും എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് വാസ്തവത്തിൽ ദൈവം ഇവിടെ ഏറ്റു പറയുകയാണ് ചെയ്തത്. ആകാശത്തിൽ നിന്നുകൊണ്ട് സൂര്യൻ നൃത്തം ചെയ്യുന്ന ഒരു കാഴ്ച ഞങ്ങൾ കണ്ടു. പലവിധമായ വർണ്ണങ്ങളിൽ സൂര്യനിൽ പ്രകാശം പുറപ്പെടുന്നത് ഞങ്ങൾ കണ്ടു. മനുഷ്യ ഹൃദയങ്ങളെല്ലാം കോരിത്തെരിപ്പിച്ചുകൊണ്ട് വലിയ സന്തോഷവും ആഹ്ലാദവും പ്രധാന നിമിഷങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വലിയ അനുഭവത്തിന് സാക്ഷ്യം വയ്ക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു. നിങ്ങളും അതിൽ പങ്കുകാരാകണം, നിങ്ങളത് കാണണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പ്രധാന ദാസിക്ക് പറയാനുള്ളൂടെ കേൾക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. സമയം ഏകദേശം 4 മണി കഴിഞ്ഞിരുന്നു. ഇന്ന് മാത്രമല്ല, അന്ന് പ്രഭാതം മുതൽ സൂര്യൻ്റെ പ്രകാശം ഉണ്ടായിരുന്നില്ല, മൂടിക്കിടക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയുടെ ആ ഒരു ഉൾപ്രദേശം, അവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, മഞ്ഞ് കയറി മൂടി ഒരു ഇരുണ്ട ദിവസമായിരുന്നു അന്ന്. സമയം 4 മണി കഴിഞ്ഞിരുന്നു. ഞങ്ങൾ മലയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് മലയിൽ എത്താനൊരു സമയം പറഞ്ഞ് ഞങ്ങൾ ഗ്രോട്ടോയിൽ നിന്നും ആ ജപമാല റാലി ആരംഭിക്കുമ്പോൾ തന്നെ കർത്താവ് എന്തോ ചെയ്യാൻ പോകുന്നു എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. കർത്താവ് ആകാശത്ത് ഇറങ്ങി വരും എന്നൊരു വെളിപ്പെടുത്തൽ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരുന്നു. പക്ഷേ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ കണ്ണുകൾ കണ്ടത് ഫാത്തിമയിലും മെഡ്ജിഗോറയിലുമൊക്കെ ഫാത്തിമയിൽ സംഭവിച്ചുവെന്നും മെഡ്ജിഗോറയിൽ പലതവണ എന്നതുപോലെ സംഭവിച്ചുകൊണ്ടിരുന്ന സൂര്യനിലെ വലിയ മഹാത്ഭുതം, അവിടെ കൂടിയിരുന്ന 500-ലധികം ആളുകൾ ഞങ്ങൾക്ക് ഒരിക്കലും അത് നിഷേധിക്കാനാവാത്ത വണ്ണം 6 തവണയായി ഞങ്ങൾക്കത് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി കാണാൻ ദൈവം സഹായിച്ചു. കർത്താവിൻ്റെ ആ പ്രവൃത്തിയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി ഈ ഒരു ശുശ്രൂഷയിലൂടെ ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഹല്ലേലൂയ. വളരെ വളരെ അത്ഭുതകരമായ ആ കാഴ്ചകൾ അത് പലരും തങ്ങളുടെ മൊബൈലിൽ പകർത്തി. വസ്തുതയിൽ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് പിന്നെയും കാണാനുള്ള വലിയ ദാഹമായിരുന്നു. കാരണം ഞങ്ങൾ മലയിൽ ചെന്ന് ജപമാല ചൊല്ലിക്കൊണ്ടുള്ള ജപമാല പ്രദക്ഷിണമായിരുന്നു അത്. ജപമാലയുടെ സമർപ്പണം കഴിഞ്ഞ് തൊട്ടടുത്ത സമയത്ത് ആകാശത്ത് പെട്ടെന്ന് തെളിച്ചത്തിൽ സൂര്യൻ കടന്നു വന്നു. വലിയൊരു പ്രകാശം. സാധാരണ ഒരു സൂര്യൻ വരുന്നത് വളരെ മഞ്ഞുമൂടി ഒരു പ്രദേശത്താകും വളരെ സാവധാനത്തിലായിരിക്കും. പക്ഷെ ഇതങ്ങനെ ആയിരുന്നില്ല. അതിശക്തിയേറിയ ഒരു പ്രകാശം സൂര്യനിൽ നിന്ന് പുറപ്പെട്ടു. അത് മാഞ്ഞുപോയി. അപ്പോൾ കർത്താവ് പറഞ്ഞു, ആ സമയത്ത് പെട്ടെന്ന് സൂര്യൻ കിടന്ന് ഞാൻ ഉടനെ വിളിച്ചു പറഞ്ഞു, ലുക്ക് അറ്റ് ദ സൺ എന്നാണ് വിളിച്ചു പറഞ്ഞത്. അങ്ങനെ വിളിച്ചു പറയാൻ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഉടനെ വിളിച്ചു പോയി. പെട്ടെന്ന് കണ്ടപ്പോഴേ സൂര്യൻ ഇങ്ങനെ മുമ്പോട്ട് വരുന്ന പോലെ ഭയങ്കര ഒരു പ്രകാശം. ഉടനെ വിളിച്ചു പറഞ്ഞു, ലുക്ക് അറ്റ് ദ സൺ. അത് ആ ഒരു നിമിഷത്തിന് എല്ലാവരും കാണാണ്ട് സാധ്യത നോക്കി, സൂര്യൻ നോക്കി. പിന്നെ അവിടെ സംഭവിച്ചത് മനുഷ്യരുടെ നിലവിളിയും കരച്ചിലും സന്തോഷ പ്രകടനമൊക്കെയാണ് സംഭവിച്ചത്. കർത്താവ് എന്താ പറഞ്ഞത്? ആ കാഴ്ച മറിഞ്ഞതിന് ശേഷം കർത്താവ് വീണ്ടും ആകാശത്ത് വരും, അങ്ങനെ ഒരു വാക്കാണ് പറഞ്ഞത്. ഞാൻ ആകാശത്ത് വീണ്ടും വരും അങ്ങനെ പറഞ്ഞു. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം 6 തവണ പല തവണകളായിട്ട് 6 പ്രാവശ്യം ആ രാത്രി 6:30 വരെയുള്ള സമയത്ത്, വൈകിട്ട് 6:30 വരെയുള്ള സമയത്ത് ഏകദേശം 6 പ്രാവശ്യത്തിലധികം അവിടെ വലിയൊരു അത്ഭുതം കാണുവാൻ ദൈവത്തിൻ്റെ ജനത്തെ ദൈവം അനുഗ്രഹിച്ചു. 6:30 മണി സമയം എന്ന് പറഞ്ഞത് സൂര്യൻ സൺസെറ്റിൻ്റെ സമയമാണ്, സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ്. പക്ഷേ ആ സമയത്ത് പോലും ഞങ്ങൾ കാണുന്നത് മധ്യാകാശത്തിലല്ല, പക്ഷേ ഒരു സൈഡിൽ. എന്നാൽ സൂര്യ അസ്തമയത്തിലേക്ക് സൂര്യൻ പോയിട്ടുമില്ല. അത്രയും സമയം സൂര്യനോട് നിന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. ഏറ്റവും അവസാനം ഞങ്ങളുടെ പ്രാർത്ഥന അവസാനിച്ചപ്പോഴേക്കും സൂര്യനെ കണ്ടില്ല. പക്ഷേ എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് ഏറ്റവും അധികം സ്പർശിച്ച ഒരു കാര്യം ഞാൻ കണ്ടത്, സൂര്യൻ ഇങ്ങനെ ഒരു തളിക പോലെ ജ്വലിക്കുന്നതാണ് കണ്ടത്. ഞാൻ കണ്ടൊരു കാഴ്ച ഇതാണ്. സൂര്യൻ ഇങ്ങനെ തളിക പോലെ, സൂര്യൻ ഇരുവശങ്ങളിലും വലിയ പ്രകാശം കൊണ്ട് ഒരു തളിക പോലെ സൂര്യൻ ഇങ്ങനെ ചലിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. വസ്തുത നമുക്ക് ഒരിക്കലും കണ്ണുകൊണ്ട് കണ്ട് വിശ്വസിക്കാൻ പറ്റാത്തവണ്ണം ഒരു കാഴ്ചയായിരുന്നു. ഞാൻ അതുപോലെ തന്നെ വീഡിയോ കണ്ടുമ്പോൾ അതിനകത്ത് കണ്ടൊരു കാഴ്ച ഇതാണ്. ശരിക്കും ഒരു വിശുദ്ധ കുർബാന ഒരു അരളിക്കായിൽ വെച്ചിരുന്നാൽ അതിന് ചുറ്റിലും നിൽക്കുന്ന പ്രകാശം അത് തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ദൈവം എത്രയോ വലിയ കാര്യങ്ങൾ, ഹി വാസ് റിവീലിംഗ് മെനി തിങ്സ് ദർ. ഒത്തിരി രഹസ്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു ദൈവം അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്തതിലൂടെ. വാസ്തവത്തിൽ
തീർച്ചയായിട്ടും ഇത് വിശ്വാസപൂർവ്വം കാണുവാനായിട്ട് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ സംഭവിച്ച കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലാം. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. അതിന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. മലാക്കി 4:2. ഇടുക്കി ജില്ലയിലെ സൂര്യനെല്ലിയിലെ മേരിലാൻഡിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ഗ്രോട്ടോ സ്ഥിതി ചെയ്യുന്നു. മാതാവിന്റെ അമലോത്ഭവ തിരുനാൾ 2016 ഡിസംബർ 8, 9, 10 തീയതികളിൽ ഇവിടെ നടത്തപ്പെട്ടു. 2ാം ദിവസമായ ഡിസംബർ 9 രാവിലെ 9:30 ശുശ്രൂഷകൾ ആരംഭിച്ചു. 153 മണി ജപം, സ്തുതി, ആരാധന ഇവയ്ക്ക് ശേഷം കൊടി ഉയർത്തി. മാതാവിന് പുഷ്പകിരീടം വച്ച് മാലയിട്ട് പ്രാർത്ഥിച്ചു. ഉച്ചഭക്ഷണത്തിനു ശേഷം ദൈവത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം വിശുദ്ധ മലയിലേക്ക് ജപമാല റാലി ആരംഭിച്ചു. ഉരുളൻ കല്ലുകൾ നിറഞ്ഞ എസ്റ്റേറ്റ് വഴികളിലൂടെ, തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ ഉച്ചത്തിൽ ജപമാല ചൊല്ലിക്കൊണ്ട് വിശ്വാസി സമൂഹം വേഗത്തിൽ മുന്നോട്ട് നീങ്ങി. കർത്താവിന്റെ മലയിലേക്ക് 8 കിലോമീറ്റർ ദൂരമുണ്ട്. കുട്ടികളും യുവാക്കളും വയോധികരും ഉൾപ്പെട്ട സംഘത്തിൽ വിവിധ ഭാഷക്കാരും ദേശക്കാരുമായ 500-ൽ അധികം പേരുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ കൈകളിലേന്തിയ മാതാപിതാക്കളും 80 വയസ്സിനുമേൽ പ്രായമുള്ള വൃദ്ധരും ഒരേ ഉത്സാഹത്തിൽ ആയാസം മറന്ന് മല കയറി. ോടെ റാലി വിശുദ്ധ മലയിലെത്തി. മല പൂർണ്ണമായും മഞ്ഞു മൂടിയിരിക്കുകയായിരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ സൂര്യനെ ഇവിടെ കാണാനേ കഴിയില്ല. പ്രാർത്ഥനയ്ക്ക് ശേഷം കുരിശു വണങ്ങാനായി ഓരോരുത്തരായി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ആകാശത്ത് അടയാളങ്ങൾ കണ്ടു തുടങ്ങിയത്.
മൂടിക്കെട്ടിയ ആകാശത്ത് പെട്ടെന്ന് സൂര്യൻ തെളിഞ്ഞു വന്നു. സൂര്യനെ നോക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത വിധം ശാന്തമായ ഒരു കാഴ്ച. ഇത് അല്പസമയം നീണ്ടുനിന്നു. പ്രാർത്ഥന തുടരുമ്പോൾ വീണ്ടും ദൃശ്യം കണ്ടു തുടങ്ങി. തിളങ്ങുന്ന ഒരു തളിക പോലെ കാണപ്പെട്ട അതിന് ഇടയ്ക്ക് വലിപ്പം കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരുന്നു. ക്രമേണ അത് കറങ്ങാൻ തുടങ്ങി. ക്രിസ്മസിന്റെ പടക്കക്കൂട്ടത്തിലെ നിലച്ചക്രം പോലെ അതിവേഗമുള്ള കറക്കം. അരികുകളിൽ ഒരു ബോർഡർ വച്ച പോലെ കാണാം. റോസ്, വയലറ്റ്, മഞ്ഞ, ചുവപ്പ് തുടങ്ങിയ നിറങ്ങളും ദൃശ്യമായി. മൂന്നാം തവണ കാണപ്പെട്ട സൂര്യൻ ഇരുവശങ്ങളിലേക്കും അതിവേഗം ചലിച്ചുകൊണ്ട് നൃത്തം ചവിട്ടുന്നതുപോലെ അനുഭവപ്പെട്ടു. ജനങ്ങൾ അലമുറയിട്ട് കരഞ്ഞു. പലരും ഭയചകിതരായി പശ്ചാത്താപത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ചിലർ ദൈവിക സാന്നിധ്യം ഏറ്റുപറഞ്ഞു. സ്തുതിപ്പുകൾ എമ്പാടും ഉയർന്നു. ചിലർ കരങ്ങളടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു. ചിലരൊക്കെ ഈ അത്ഭുത ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയെടുത്തു. അവയിൽ ചിലത് ഇങ്ങനെയാണ്.
ഫാത്തിമയില് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അന്ന് വലിയ അടയാളമാണ് കാണിച്ചു കൊടുത്തത്. ആകാശത്തില് സൂര്യൻ പ്രത്യക്ഷപ്പെട്ട് സൂര്യന്റെ വലിയ അടയാളം വീണ്ടും സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ 2016 In the year 1917, in Fatima, Holy Virgin Mary appeared the same way. The same sign in 2016 has been revealed to us. Let us be thankful and praise our Lord. See, after 100 years, the same sign has revealed here. ഫാത്തിമയിലെ നവോത്സവം സത്യമാണെന്ന് ഭൂമി ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ആകാശത്തിൽ കാണപ്പെട്ടത്. The revelation of the Holy Virgin Mary in Fatima is true, and therefore it has been revealed to us again after 100 years here. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന്റെ ഭാഗങ്ങള് ഞാൻ കണ്ടിട്ടുണ്ട്, യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, സിനിമയായിട്ട് കാണിച്ചിട്ടുണ്ട്. അവരത് ഒറിജിനൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല, പക്ഷെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ കുറിച്ചുള്ള സിനിമയിൽ സൂര്യൻ ഇങ്ങനെ താഴേക്ക് വരുന്നത് ഇവിടെ നമ്മൾ കണ്ടതും അതുപോലെ എത്രയോ വലിയ മിറക്കിളാണ്, എത്രയോ സമയമാണത്. As the movie, that the appearance of the Holy Virgin Mary in Fatima as this appearance of this sun. വാസ്തവത്തിൽ നമുക്ക് എത്ര വലിയ അനുഗ്രഹമാണ്. ജീവിക്കുന്നൊരു ദൈവം നമ്മൾ കാണാറുള്ള സൂര്യൻ നമ്മുടെ മുമ്പില് ഡാൻസ് ചെയ്യാണ് ചെയ്തല്ലേ, സൂര്യൻ നൃത്തം ചെയ്യാണ് ചെയ്തത്. ദൈവത്തിന്റെ സൃഷ്ടി. How blessed are we to see such a sign, such a miracle. The sun was dancing. The sun was dancing as revealed to us. ഹല്ലേലൂയ. സൂര്യനും എല്ലാം ഈ സിസ്റ്റമെല്ലാം ദൈവത്തിൻ്റെതാണ്. ആ ദൈവം പറയുന്നത് അതനുസരിക്കുന്നുള്ളതിന്റെ ഒരു തെളിവുകൾ കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ എവിടെ. ഇന്ന് ലോകവും ശാസ്ത്രവും ദൈവമില്ല എന്ന് പറഞ്ഞ് ഇതെല്ലാം ഉണ്ടാക്കപ്പെട്ടത് അക്കോർഡിംഗ് ടു ഗ്രേറ്റ് ബൈങ് തിയറി മഹാസ്ഫോടനമായി സംഭവിച്ചാണ് പറഞ്ഞുകൊണ്ട് ശാസ്ത്രം ലോകത്തെ വഞ്ചിക്കുമ്പോൾ, സാത്താൻ ലോകത്തെ വഞ്ചിക്കുമ്പോൾ ഇതാ ഈ വിശുദ്ധ നാളില് കർത്താവ് തെളിയിച്ചിരിക്കുന്നു. സാധാരണ സകല ഭരണങ്ങളും അവന്റെ ശാസ്ത്രമായ ഭരണങ്ങളെല്ലാം അകത്തിൽ ശാന്തമായി പോകട്ടെ. Let all the studies and works of the Satan ചെയ്യുന്ന ദൈവം ഇവിടെയുണ്ട്, ഈ ഭൂമിയിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. യേശു ക്രിസ്തു, യേശു ക്രിസ്തു, യേശു ക്രിസ്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. The living God is with us, is between us, is amongst us, is in this world and is still living. സ്തോത്രം കർത്താവേ. ഈ മലയിൽ കടന്നു വരാനും അവിടുത്തെ സാന്നിധ്യം സ്നേഹം അനുഭവിക്കുവാനും എന്ന വലിയ അനുഗ്രഹം നന്ദി പറയുന്നു. Lord, I thank you once again for giving us a great blessing to come up to this Lord's mountain. ഞങ്ങളുടെ ജീവിതത്തിന്റെ ആയുസ്സിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വലിയൊരു അത്ഭുതം ഇന്നിടെ കാണാനായിട്ട് ഞങ്ങളുടെ കണ്ണുകളെ തുറന്നതിൽ നന്ദി പറയുകയാണ്. Never in our life we have seen such a sign. This miraculous sign you gave us to see. We thank you, Lord, for that. സത്യമായും അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതെന്ന് ഞങ്ങൾ ഏറ്റുപറയുകയും നന്ദി പറയുകയും ചെയ്യുന്ന പിതാവേ. Truly we believe that you spoke to us and we thank you, Lord. അങ്ങ് എത്രയോ അധികമായി സ്പിരിറ്റിനെ സ്നേഹിക്കുന്നുള്ളതിന്റെ വലിയ തെളിവ് ഞങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നപ്പാ. Lord, we have already seen that the love that you love us as a sign we have already seen, Lord. സർവ്വത്തിന്റെ സൃഷ്ടാവായ അവിടുത്തെ സ്നേഹം ലഭിക്കുവാൻ നിങ്ങൾക്ക് ഒരു യോഗ്യത നിങ്ങൾ അറിയാൻ ഏറ്റുപറയാണത്. The love of all the Creator. We are not worthy for that love of the Creator of this universe. പിതാവേ, ഞങ്ങൾക്ക് ഒരു യോഗ്യതയിൽ ഒരു അർഹതയില്ല. എന്നിട്ടും ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ ഞങ്ങളോട് കാണിച്ച സ്നേഹം ഇന്ന് ഞങ്ങൾക്ക് അവിടുന്ന് വലിയ വിടുതലാണ് നൽകിയിരിക്കുന്നത്. We are not worthy to receive your Lord, but even then you showered your love upon us, and this has delivered us abundantly. ഇത് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അവിടെ ഞങ്ങളെ അയച്ചു കഴിഞ്ഞിരിക്കുന്നു. You have sent your Holy Spirit upon us. ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. You have healed our sickness. ഞങ്ങളെ ശക്തരാക്കിയിരിക്കുന്നു. You have made us strengthened. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുന്നു അവിടുന്ന്. You have increased our faith. ഞങ്ങൾ അങ്ങനെയാണ് ഏറ്റു പറയുന്നത് അപ്പാ. We proclaim that we are yours. മരണം വരെ ഞങ്ങളുടെ മാത്രമായിരിക്കും ഏറ്റു പറയുന്നത് അപ്പാ. Until our death we will be yours, Lord. അവസാന ശ്വാസം വരെ
ഞങ്ങൾ അവിടുത്തെ വേലക്കാരായിരിക്കും. Until our last breath will be your servants, Lord. അവിടുത്തെ ദാസന്മാർ ദാസന്മാരുമായി ഏറ്റു പറയുന്നു. We will be your servants, Lord. ഞങ്ങൾ പാപത്തെയും ലോകത്തെയും കാൽക്കലിൽ ചവിട്ടി വിധിക്കുന്നു. We crush all the sins and all the worldly things. ഞങ്ങൾ സ്വർഗത്തിന് വേണ്ടി നിലനിൽക്കുന്നു. We stand for heaven, Lord. ഞങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായി നിലനിൽക്കുന്നു ഏറ്റു പറയുന്നു. We stand as the light of this world. അപ്പാ നന്ദി പറയുന്നു. Thank you, Father. അവിടുത്തെ കരുണയ്ക്ക് നന്ദി പറയുന്നു. Thank you for your mercy. സ്നേഹത്തിന് നന്ദി പറയുന്നു. Thank you for your love. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പാ പിതാവേ, അപ്പാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെളിപാട് 21 അധ്യായം 23-24 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യന്റെയോ ചന്ദ്രന്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. അതിന്റെ ദീപം കുഞ്ഞാടാണ്. അതിന്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും.